ഇന്ത്യയുടെ പുരാതന ചരിത്രം പരിശോധിക്കുന്ന സന്ദർഭത്തിൽ അതിലേറ്റവും നിർണായകമായി നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ ഭരണകാലം എന്നത്. 4, 5, 6 നൂറ്റാണ്ട് കാലത്ത് ആധുനിക ഇന്ത്യയുടെ വടക്കൻ മേഖലകളിൽ നിലനിന്ന ഈ സാമ്രാജ്യകാലത്തെ ഇന്ത്യയുടെ സുവർണ യുഗമായി ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കാറുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ രാഷ്ട്രീയ, സാംസ്കാരിക, കലാശാസ്ത്ര മേഖലയിലൊക്കെ ഉണ്ടായ വളർച്ച അതിൻ്റെ അടയാളങ്ങളായും നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് ഗുപ്ത സാമ്രാജ്യത്തിന് മുന്നേയുള്ള പല നൂറ്റാണ്ടുകൾ കൃത്യമായ ചരിത്രം പോലുമില്ലാതെ ഒരു ഇരുണ്ട കാലത്തെ സൂചിപ്പിക്കുമ്പോൾ ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ ചരിത്രത്തിന് അത്രമേൽ പ്രസക്തിയേറും. അപ്രകാരം ഈ ഭാഗത്തിലൂടെ ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ വിശദമായ ചരിത്രമാണ് പരിചയപ്പെടുത്തുന്നത്. സ്വാഭാവികമായും പുരാതനമായ ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ ചരിത്രം തേടുന്ന സന്ദർഭത്തിൽ ആ കാലഘട്ടത്തിൻ്റെ പൊതുവായ സവിശേഷതകൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ ചരിത്രം പ്രധാനമായും ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള കൃതികൾ, ശിലാശാസനങ്ങൾ, ആ കാലത്തെ നാണയങ്ങൾ, സ്മാരകങ്ങൾ എന്നിവയിൽ നിന്നൊക്കെയാണ് ലോകം കണ്ടെത്തിയിട്ടുള്ളത്. ഒപ്പം ആ കാലത്ത് ഇന്ത്യൻ മേഖലകൾ സന്ദർശിച്ച ഫാഹ്യാനെ പോലെയൊക്കെയുള്ള സഞ്ചാരികളുടെ രേഖപ്പെടുത്തലുകളും അതിൻ്റെ ഭാഗമാണ്. ഗുപ്ത ഭരണകാലത്തെപ്പറ്റി ഏറ്റവും അധികം വിശ്വസനീയമായ വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത് ശിലാലേഖനങ്ങളിൽ നിന്ന് തന്നെയാവും. സമുദ്രഗുപ്തൻ്റെയൊക്കെ ചരിത്രകഥകൾ പറയുന്ന അലഹബാദ് രേഖപ്പെടുത്തലുകൾ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ ഒരു മേഖലയാണ്. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലെ നിർമ്മിതികളും ക്ഷേത്രങ്ങളുമൊക്കെയും അതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളായി നിലനിൽക്കുന്നു. ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ ചരിത്രം തേടുന്ന സന്ദർഭത്തിൽ ആദ്യമേ പറയേണ്ടത് എങ്ങനെ അതൊരു സാമ്രാജ്യമായി രൂപപ്പെട്ടു, അല്ലെങ്കിൽ ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ തുടക്ക വഴികൾ എങ്ങനെയായിരുന്നു എന്നതാണല്ലോ. അതിനായി ആ കാലഘട്ടത്തെ തന്നെ വിശദമായി പഠിക്കേണ്ടതുണ്ട്. നിലവിലുണ്ടായിരുന്ന സാമൂഹിക അവസ്ഥകൾ എങ്ങനെയായിരുന്നു എന്നും അതിൽ നിന്നും ശക്തരായി ഗുപ്തന്മാർ എങ്ങനെ ഉയർന്നു വന്നു എന്നതും നിർണായകമായ ഒരു കാര്യമാണ്. ഗുപ്ത സാമ്രാജ്യത്തിന് മുൻപ് നിർണായകമായ ഇന്ത്യൻ മേഖലകളിൽ ഏകീകൃത സ്വഭാവമൊക്കെ നൽകിയ സാമ്രാജ്യമാണല്ലോ മൗര്യ സാമ്രാജ്യം എന്നത്. എന്നാൽ അശോകന് ശേഷം ഒരു നൂറ്റാണ്ടിനുള്ളിൽ തന്നെ അത് തകരുകയുണ്ടായി. ചെറിയ രാജ്യങ്ങളും മറ്റുമൊക്കെയായി ആ മേഖലകൾ ചിതറി. അത് ചരിത്രത്തെയും ബാധിക്കുകയുണ്ടായി. പടിഞ്ഞാറൻ മേഖലകളിലൊക്കെ സ്വതന്ത്ര ഭരണാധികാരികൾ നിലകൊണ്ടിരുന്നു. ഈ സമയം വലിയ തോതിൽ തന്നെ വിദേശാക്രമണങ്ങളും ഈ മേഖലയിൽ സൃഷ്ടിക്കപ്പെട്ടു. ഏതാണ്ട് 185 BC കാലഘട്ടത്തോടെ സുംഗവംശം സൃഷ്ടിക്കപ്പെട്ടു. ഓർക്കുക, മൗര്യ സാമ്രാജ്യത്തിൻ്റെ അശോകൻ BC 237 മരണപ്പെടുന്നത്. സുംഗവംശത്തിന് ശേഷം ചുരുങ്ങിയ കാലം കണ്വ രാജവംശം സൃഷ്ടിക്കപ്പെട്ടു. മൗര്യ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന കലിംഗയും ഈ ഒരു സമയം സ്വതന്ത്ര രാജ്യമായി തീർന്നു. അവിടെ അധികാരത്തിൽ വന്ന ഖരവേലൻ്റെ ചരിത്രമൊക്കെ നിർണായകമാണ്. ചുരുക്കിയാൽ കേന്ദ്രീകൃത സ്വഭാവത്തിൽ നിന്ന് മാറി പല രാജ്യങ്ങളായി ഈ മേഖലകളൊക്കെ തന്നെ മാറുകയുണ്ടായി. ഈ ഒരു കാലഘട്ടം വിദേശാക്രമണങ്ങളും സ്ഥിരമായിരുന്നു. ഇന്തോ ഗ്രീക്കുകാർ, ഇന്തോ പാർത്തിയന്മാർ, കുഷാനന്മാർ തുടങ്ങി പലരും ആക്രമിക്കുകയും മേഖലകൾ ഭരിക്കുകയുമുണ്ടായി. ഇതിൽ കുഷാന രാജവംശത്തിലാണ് അതിശക്തനായ കനിഷ്കനൊക്കെ ഭരണം നടത്തുന്നത്. അദ്ദേഹം ഒട്ടനവധി ദേശങ്ങൾ പിടിക്കുകയും കനിഷ്ക സാമ്രാജ്യം തന്നെ സൃഷ്ടിച്ചതായും പറയുന്നു. ഇത്തരത്തിൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ AD 100-200 കാലത്തൊക്കെ ഓരോ മേഖലകളിലായി ഒട്ടനവധി രാജ്യങ്ങളും രാജകുടുംബങ്ങളും സൃഷ്ടിക്കപ്പെട്ടതായി കാണാവുന്നതാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ചെറിയൊരു മേഖലയിൽ നിന്ന് തന്നെയാണ് ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ തുടക്കവും സൃഷ്ടിക്കപ്പെടുന്നത്. ഈ ഒരു കാലം AD 240 പൊതുവെ കണക്കാക്കുന്നത്. അപ്രകാരം ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ തുടക്കം ഉണ്ടാവുന്നത് ശ്രീഗുപ്തയിൽ നിന്നാണ്. AD 690 ചൈനീസ് സഞ്ചാരിയായ ഈജിങ് രേഖപ്പെടുത്തിയ വിവരങ്ങളിൽ നിന്നാണ് 500 വർഷം മുന്നേ ശ്രീഗുപ്തയുടെ ഭരണത്തെപ്പറ്റി പരാമർശമൊക്കെ ആദ്യമായി വരുന്നത്. 500 വർഷങ്ങൾക്കിപ്പുറം എഴുതപ്പെട്ടതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യത്തിൻ്റെ തോതൊക്കെ മാറിമറിയാം. ഏതായാലും ചില ശാസനങ്ങളിൽ മഹാരാജ ശ്രീഗുപ്ത എന്നും ആദിരാജ എന്നുമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ രണ്ടുപേരും ഒരാളാവാം. സഞ്ചാരിയായ ഈജിങ്ങും ശ്രീഗുപ്തയെ അതേ വിശേഷണങ്ങൾ തന്നെയാണ് നൽകുന്നത്. ശ്രീഗുപ്ത ചൈനയിൽ നിന്നെത്തിയ ബുദ്ധിസ്റ്റുകൾക്ക് ക്ഷേത്രം പണിതതായും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈജിങ്ങിൻ്റെ രേഖപ്പെടുത്തലുകൾ പ്രകാരം ആധുനിക ബീഹാർ മേഖലകളിൽ ഗുപ്ത സാമ്രാജ്യം നിലനിന്നിരുന്നു. കാലങ്ങൾ കഴിയുന്തോറും പഠനങ്ങൾ വന്നതോടെ ശ്രീഗുപ്തയുടെ ഭരണകാലം പൊതുവെ കണക്കാക്കപ്പെടുന്നത് AD 240 മുതൽ AD 280 വരെയാണ്. മകനായ ഘടോൽക്കച 280 മുതൽ 319 വരെ ഭരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിലും
ഈജിങ് പറഞ്ഞതിൽ നിന്ന് 50ഓളം വർഷത്തെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ഏതായാലും ഇവരുടെ കാലത്ത് ഒരു ചെറിയ രാജ്യമായെങ്കിലും ഭരണതലം നിലനിന്നു. ഗംഗാ നദി ഒരുക്കി നൽകിയ കൃഷിയിടങ്ങൾ ഈ രാജ്യത്തിന് ഒരു വലിയ അനുഗ്രഹമായി മാറുകയുണ്ടായി. പഴയ കാലം മുതൽ തന്നെയുണ്ടായിരുന്ന പ്രാദേശിക രാജ്യം കേന്ദ്രീകൃത സ്വഭാവം നഷ്ടപ്പെട്ടപ്പോൾ കൂടുതൽ ശക്തരായി മാറിയതാവാം എന്നൊരു നിരീക്ഷണം കൂടി ഇവിടെ ചേർത്ത് വായിക്കാം. ഏതായാലും AD 275 തന്നെ ഗുപ്ത സാമ്രാജ്യം പല മേഖലകൾ ചേർത്തുണ്ടാക്കിയ ഒരു ചെറിയ രാജ്യമായി തീർന്നുവെന്നും ചരിത്രം പറയുന്നു. അങ്ങനെ ഗുപ്ത സാമ്രാജ്യത്തിന് തുടക്കമിട്ടു എന്നും പറയാം. ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളവും ഗുപ്ത സാമ്രാജ്യത്തെ സംബന്ധിച്ചിടത്തോളവും ആദ്യത്തെ നിർണായകമായ രാജാവ് എന്നത് ചന്ദ്രഗുപ്ത ഒന്നാമനാണ്. AD 319 ഇദ്ദേഹം അധികാരത്തിലെത്തുന്നത്. രാഷ്ട്രീയപരമായി നോക്കിയാൽ ഇദ്ദേഹം ലിച്ഛവി വംശത്തിലെ രാജകുമാരിയായ കുമാരദേവിയെ വിവാഹം കഴിക്കുന്നുണ്ട്. പൊതുവെ അടുത്തടുത്ത മേഖലകളായിരുന്ന ഇരു വിഭാഗങ്ങളും ഇതിലൂടെ കൂടുതൽ ഒന്നിച്ചെന്നും ഇവരുടെ മകനായി സമുദ്രഗുപ്തൻ ജനിച്ചപ്പോൾ ഇരു മേഖലകൾക്കും ഒരു ഏകീകൃത സ്വഭാവം കൈവന്നുവെന്നും കാണാവുന്നതാണ്. മറ്റൊരർത്ഥത്തിൽ ഈ ഒരു വിവാഹം ചന്ദ്രഗുപ്തനെ ഈ മേഖലയിലെ പ്രബലനാക്കി തീർക്കുകയും അതിലൂടെ അദ്ദേഹത്തിന് തൻ്റെ വികസന നയങ്ങൾ നടപ്പിലാക്കാനും സാധിച്ചതായി അനുമാനിക്കാവുന്നതാണ്. ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ രേഖപ്പെടുത്തലുകളിലൊക്കെ തന്നെ ചന്ദ്രഗുപ്തനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് മഹാരാജാതിരാജ എന്ന നിലയിലാണ്, അതായത് ചക്രവർത്തി എന്ന നിലയിൽ. മുൻ തലമുറയിലെ രണ്ടുപേരെയും മഹാരാജ എന്ന നിലയിൽ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം ചന്ദ്രഗുപ്തൻ ഒട്ടേറെ ദേശങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നും അതിലൂടെ രാജാക്കന്മാരുടെ രാജാവായി അദ്ദേഹം മാറി എന്നുമാണ്. എങ്കിലും അദ്ദേഹത്തിൻ്റെ കീഴടക്കലുകളും അതിരുകളും എത്രത്തോളം എന്ന് വിശദമായ വിവരങ്ങൾ ലഭ്യമല്ല എന്ന് മാത്രം. സമുദ്രഗുപ്തന്റെ ജനനത്തോടെ ലിച്ഛവി ഭരണ മേഖലകൾ കൂടെ ചന്ദ്രഗുപ്തന്റെ കൈകളിലേക്ക് വന്ന് ശക്തി ആർജിച്ചതിന് ശേഷം ചന്ദ്രഗുപ്തൻ ഒട്ടേറെ ദേശങ്ങൾ വെട്ടിപ്പിടിക്കുകയുണ്ടായി. ചന്ദ്രഗുപ്തന്റെ സാമ്രാജ്യം ബീഹാർ, ബംഗാളിന്റെ ചില മേഖലകൾ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലായി വ്യാപിച്ചിരുന്നു എന്നും കാണാം. ചന്ദ്രഗുപ്തന്റെ വികസന സാധ്യതകൾക്ക് ലിച്ഛവി വംശം സഹായം നൽകി എന്നതിന് ഏറ്റവും വലിയ തെളിവായി നിലകൊള്ളുന്നത് നാണയങ്ങളാണ്. പിൽക്കാലത്ത് സമുദ്രഗുപ്തൻ തന്നെ താനൊരു ഗുപ്ത വിഭാഗം എന്നതിലുപരി ലിച്ഛവി എന്ന് കാണിക്കുന്ന നാണയങ്ങൾ ഇറക്കുകയുണ്ടായി. അതുപോലെ ചന്ദ്രഗുപ്തൻ കുമാരദേവിയുമായുള്ള ചിത്രം ആലേഖനം ചെയ്തുള്ള നാണയങ്ങളും പുറത്തിറക്കിയിരുന്നു. ഇതൊക്കെ ലിച്ഛവി ഭരണമേഖലകളും ഗുപ്ത മേഖലയും ഒരുമിച്ചു ചേർന്നിരുന്നു എന്നതിൻ്റെ തെളിവുകളായി നിലകൊള്ളുന്നു. ചന്ദ്രഗുപ്തന്റെ വിവാഹം കഴിഞ്ഞത് AD 308 പറയുന്നു. അതുപോലെ ചന്ദ്രഗുപ്തൻ അധികാരത്തിലേറുന്നതും AD 319 അവസാനം അല്ലെങ്കിൽ AD 320 തുടക്കം എന്നും കാണാവുന്നതാണ്. അങ്ങനെയെങ്കിൽ അദ്ദേഹം ചുരുങ്ങിയത് 15 വർഷക്കാലം ചക്രവർത്തിയായി നിലകൊണ്ടു. ഇതിൽ തന്നെ സമുദ്രഗുപ്തനായിരുന്നു അദ്ദേഹത്തിൻ്റെ മക്കളിൽ ഏറ്റവും ശക്തൻ. സമുദ്രഗുപ്തനായിരുന്നു മൂത്തവനെന്നും അല്ലെന്നും ചില വാദങ്ങൾ കൂടി കാണാവുന്നതാണ്. ഏതായാലും ചന്ദ്രഗുപ്തന്റെ അവസാന കാലത്ത് പ്രത്യേക കോർട്ടൊക്കെ വിളിച്ച് ചേർത്ത് തൻ്റെ പിൻഗാമി സമുദ്രഗുപ്തൻ എന്ന് അദ്ദേഹം നിർദ്ദേശം നൽകുകയുണ്ടായി. അതിലൂടെ ആഭ്യന്തര കലഹം പരമാവധി ഒഴിവാക്കാനും അദ്ദേഹം ശ്രദ്ധിച്ചു. എങ്കിലും ചന്ദ്രഗുപ്തന്റെ മരണത്തെപ്പറ്റി വലിയ വിവരങ്ങളൊന്നും ലഭ്യവുമല്ല. ബീഹാർ മേഖലയിൽ പ്രാദേശിക തലത്തിൽ ഭരണം നടത്തിയിരുന്ന ഗുപ്ത വിഭാഗം ചന്ദ്രഗുപ്തൻ ഒന്നാമൻ്റെ കാലത്ത് പല മേഖലകൾ ചേർത്ത് ഒരു വലിയ രാജ്യമായി തീരുകയുണ്ടായി. ഇന്നത്തെ പാട്ന മേഖല അവരുടെ തലസ്ഥാനമായി. AD 320 രാജാക്കന്മാരുടെ രാജാവ് എന്ന നിലയിൽ മഹാരാജാതിരാജ എന്ന പട്ടവും അദ്ദേഹം സ്വീകരിച്ചു. ചന്ദ്രഗുപ്ത ഒന്നാമന് മുൻപ് ശ്രീഗുപ്തനും ഘടോത്കചനും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഗുപ്ത സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ അടിത്തറ പാകിയത് ചന്ദ്രഗുപ്ത ഒന്നാമനാണ്. അപ്രകാരം ഗുപ്ത സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ സ്ഥാപകനെന്നും അദ്ദേഹം അറിയപ്പെടുന്നു. അദ്ദേഹം തുടക്കമിട്ട വഴിയിലാണ് മകനായ സമുദ്രഗുപ്തനും കൊച്ചുമകനായ ചന്ദ്രഗുപ്ത രണ്ടാമനും കൂടുതൽ ദേശങ്ങളൊക്കെ പിടിച്ച് വലിയൊരു സാമ്രാജ്യം തന്നെ സൃഷ്ടിക്കുന്നതും എല്ലാ തലത്തിലും സുവർണ യുഗത്തിന് തുടക്കമിടുന്നതും.